ടി മലയാളത്തിലേക്ക് സ്വാഗതം. 2026 സാമ്പത്തിക വർഷത്തെ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടതിനൊപ്പം വൻതോതിലുള്ള ഡിവിഡൻഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ടയർ നിർമ്മാണ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള MRF നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. മെയ് 7 ചേർന്ന ബോർഡ് യോഗത്തിൽ ഒരു ഓഹരിക്ക് 229 രൂപ അന്തിമ ഡിവിഡൻഡായി നൽകാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതോടെ മുൻപ് നൽകിയ 2 ഇടക്കാല ഡിവിഡൻഡുകൾ ഉൾപ്പെടെ 2026 സാമ്പത്തിക വർഷത്തിൽ ഓഹരി ഉടമകൾക്ക് ലഭിക്കുന്ന ആകെ ലാഭവിഹിതം 235 രൂപയായി ഉയർന്നു. ഇത് ഓഹരിയുടെ മുഖവിലയുടെ 2350%. വരാനിരിക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഈ തുക വിതരണം ചെയ്യുക. ഡിവിഡൻഡ് ലഭിക്കാൻ അർഹരായവരെ നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് ഡേറ്റ് കമ്പനി ഉടനെ തന്നെ പ്രഖ്യാപിക്കും. മികച്ച പ്രവർത്തന ലാഭവും ഉയർന്ന ഡിവിഡൻഡും പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ MRFന്റെ വില ഏകദേശം 2% വർദ്ധിച്ച് 1,33,000 രൂപയ്ക്ക് മുകളിലെത്തി. ഈ സാമ്പത്തിക വർഷം നേരത്തെ 2 തവണയായി നൽകിയ 3 രൂപ വീതം ഇടക്കാല ഡിവിഡൻഡുകൾക്ക് പുറമെ ഇപ്പോൾ പ്രഖ്യാപിച്ച 229 രൂപയുടെ അന്തിമ ഡിവിഡൻഡ് കൂടി ചേരുന്നതോടെ ആകെ ലാഭവിഹിതം ഓഹരി ഒന്നിന് 235 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. 2026 മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ ഏകീകൃത അറ്റാദായം 37% വർദ്ധിച്ച് 702 കോടി രൂപയിലെത്തി. പ്രവർത്തന വരുമാനം 14% വർദ്ധിച്ച് 844 കോടി രൂപയായപ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ 1655 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള മൊത്തം ചെലവുകൾ 12% വർദ്ധിച്ച് 7157 കോടി രൂപയായെങ്കിലും മികച്ച പ്രവർത്തനക്ഷമതയിലൂടെ ലാഭക്ഷമത നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു. ഈ മികച്ച സാമ്പത്തിക ഫലങ്ങളുടെയും ഉയർന്ന ഡിവിഡൻഡ് പ്രഖ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ MRF ഓഹരികൾ വിപണിയിൽ 2% നേട്ടമാണ് ഉണ്ടാക്കിയത്. കമ്പനി പിന്നീട് അറിയിക്കുന്ന റെക്കോർഡ് തീയതിക്ക് മുൻപ് ഓഹരി കൈവശമുള്ളവർക്കായിരിക്കും ഈ ഡിവിഡൻഡ് ലഭിക്കുക. MRF 229 രൂപയുടെ ഡിവിഡൻഡ് നൽകുന്നു എന്ന വാർത്തയിൽ നിക്ഷേപകർക്ക് വലിയ അത്ഭുതം ഉണർത്താനുള്ള സാധ്യതയില്ല. കാരണം നമുക്കറിയാം, നോർമലി അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലല്ല ഓഹരി വില തുടരുന്നത്. കമ്പനിയുടെ ആസ്തികൾ വളരെ വലുതാണ്. ഒരു ഓഹരിയുടെ ബുക്ക് വാല്യൂ തന്നെ ഏകദേശം 49,455 രൂപയ്ക്ക് അടുത്താണ്. ഓഹരിയുടെ ഇൻട്രിൻസിക് വാല്യൂ കൂടുതലായതിനാൽ വിപണി വിലയും അതിനനുസരിച്ച് ഉയർന്നു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് MRF പ്രീമിയം കാറ്റഗറിയിൽ തുടരുന്നത്? നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഗുണനിലവാരമുള്ള ബിസിനസ്സും ഓഹരികൾ വിഭജിക്കാത്തതുമാണ് MRFനെ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഓഹരിയാക്കി മാറ്റിയത്. ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഓഹരിയായി MRF തുടരുന്നതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, മറ്റ് വൻകിട കമ്പനികളെ പോലെ MRF ഇതുവരെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിട്ടില്ല. 1970-കൾ മുതൽ 10 രൂപ മുഖവിലയിലാണ് ഈ ഓഹരി തുടരുന്നത്. രണ്ടാമതായി, വിപണിയിൽ ലഭ്യമായ ഓഹരികളുടെ എണ്ണം വെറും 42.4 ലക്ഷം മാത്രമായതിനാൽ വിതരണക്കുറവും ഡിമാൻഡ് കൂടുതലുമാണ്. ടയർ വിപണിയിലെ ശക്തമായ ബ്രാൻഡ് മൂല്യവും തുടർച്ചയായ ലാഭവും ഉൾപ്പെടുന്ന മികച്ച സാമ്പത്തിക അടിത്തറയാണ് മൂന്നാമത്തെ കാരണം. കൂടാതെ കമ്പനിയുടെ കടം ഇക്വിറ്റി അനുപാതം 0.15 മാത്രമായതിനാൽ കടബാധ്യതകൾ വളരെ കുറവാണെന്നും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. അവസാനമായി, ഒരു ഓഹരിയുടെ ബുക്ക് വാല്യൂ തന്നെ ഏകദേശം 49,000 രൂപയോളം വരുന്നതിനാൽ ഓഹരിയുടെ ആന്തരിക മൂല്യം വളരെ ഉയർന്നതാണ്. ഇവയെല്ലാമാണ് MRF ഓഹരി വില ലക്ഷങ്ങൾ കടന്നു നിൽക്കാൻ കാരണമാകുന്നത്. MRF നിലവിൽ ശക്തമായ സാമ്പത്തിക നിലവാരത്തിലാണ് തുടരുന്നത്. 2026 മെയ് 8 കണക്കനുസരിച്ച് കമ്പനിയുടെ ഓഹരി വില 1,30,500 രൂപയും വിപണി മൂല്യം 55,347 കോടി രൂപയുമാണ്. ഒരു വർഷത്തിനിടയിലെ ഓഹരിയുടെ ഏറ്റവും ഉയർന്ന വില 1,63,600 രൂപയും താഴ്ന്ന വില 1,23,430 രൂപയുമാണ്. 22.4 എന്ന സ്റ്റോക്ക് PE നിലവാരമുള്ള കമ്പനിയുടെ ബുക്ക് വാല്യൂ 49,455 ആണ്. മുഖവില 10 രൂപയുമാണ്. കമ്പനിയുടെ ലാഭക്ഷമത പരിശോധിച്ചാൽ 15.7% ROCയും 12.5% ROയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രതയുടെ സൂചകമായ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.15 മാത്രമാണ്. ഇത് 3,207 കോടി രൂപയുടെ താരതമ്യേന കുറഞ്ഞ കടബാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ 14.0% വളർച്ചയും ലാഭത്തിൽ 14.1% വർധനവും കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചു. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 27.8% തുടരുമ്പോൾ കമ്പനിയുടെ എന്റർപ്രൈസ് വാല്യൂ 56,371 കോടി രൂപയും ഇക്വിറ്റി ക്യാപിറ്റൽ 4.24 കോടി രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രി PE 22.7 ടൈംസ്. സമാനമായ സ്റ്റോക്ക് PE ആണ് കമ്പനിക്കുള്ളത്. ഇത് വളരെയധികം ശ്രദ്ധേയമാണ്. MRFന്റെ സാമ്പത്തിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കമ്പനി അതിന്റെ ലാഭക്ഷമതയിൽ വലിയ പുരോഗതി കൈവരിക്കുന്നു എന്നാണ്. 10 വർഷത്തെ ലാഭവളർച്ചാ നിരക്ക് 0% ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അത് 52% ഉയർന്നത് കമ്പനിയുടെ മികച്ച പ്രവർത്തനക്ഷമതയെ കാണിക്കുന്നുണ്ട്.
വിൽപ്പനയിലും 11% മുതൽ 14% വരെ വളർച്ച നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഓഹരി വില ദീർഘകാല അടിസ്ഥാനത്തിൽ 15% CAGR നൽകുമ്പോഴും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിലയിൽ 6% കുറവുണ്ടായത് ശ്രദ്ധേയമാണ്. എങ്കിലും 13% എന്ന നിലവിൽ ROE കമ്പനിയുടെ കരുത്തുറ്റ സാമ്പത്തിക അടിത്തറയെ ശരിവെക്കുന്നുണ്ട്. ടയർ നിർമ്മാണ മേഖലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും സാമ്പത്തിക അച്ചടക്കവും പാലിക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് നിക്ഷേപകർക്ക് പ്രിയപ്പെട്ടതാകുന്നതെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് MRF.